വരി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഇവിടെ ഹൈന്ദവ നേതൃത്വത്തിന്റെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് SNDPയുടെയും NSSന്റെയും ഐക്യത്തെ ചില കോണുകൾ ഭയത്തോടെ കാണുന്നു എന്നാണ് അല്പസമയം മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെ താങ്കൾ? കേരളത്തിന്റെ സാഹചര്യത്തില് കേരളത്തിലെ ഒരു സംഘടിതമായ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് മുൻപിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവര്, പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ ഈ സംഘടിത ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കീഴടങ്ങുക, ഭൂരിപക്ഷ സമൂഹത്തെ, അസംഘടിതരായ ന്യൂനപക്ഷ സമൂഹത്തെ അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. അപ്പൊ അതിന്റെ പരിഹാരം എന്താണ്? അതിന്റെ പരിഹാരം ഒറ്റയ്ക്ക് ഏതെങ്കിലും ഹിന്ദു സമുദായത്തിന് ഈ മുന്നണി രാഷ്ട്രീയത്തോട് വിലപേശാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തി അവർക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാമൂഹ്യ നീതി അവർക്ക് ഉറപ്പാക്കാനാവൂ. അവരുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ, അവരോടുള്ള അവഗണന, ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു സമൂഹം ജാതിക്ക് അതീതമായി സംഘടിച്ച് ഒരു ഒറ്റക്കെട്ടായി ഒരുമിച്ച് വരണം. അപ്പൊ ആ നിലയ്ക്ക് ആണ് NSSും SNDPയും ഒക്കെ ഒരുമിച്ച് കേരളത്തിൽ എല്ലാ വിഭാഗം ഹൈന്ദവ സംഘടനകളും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു ആശയം അത് എത്രയോ കാലമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ അടക്കം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഐക്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ചില കോണുകൾ ഇതിനെ ഭയത്തോടെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ ഭയത്തോടെ കാണുന്നത് ഇത്തരത്തിലുള്ള മത ന്യൂനപക്ഷ ഈ വർഗീയ സംഘടനകളെ തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള യഥാർത്ഥ വർഗീയവാദികളെ ഒഴിവാക്കി തങ്ങളെ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ്. അതെ, ഇപ്പോ ഈ നമുക്ക് 1950കളിലെ ഹിന്ദു മഹാമണ്ഡലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യം അവരുടെ രാഷ്ട്രീയ ഭാവിയെ വളരെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് അവർക്കറിയാം. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മത സംഘടനകൾ അവരുടെ വർഗീയതയെ കാണാതെ അവരെ പ്രീണിപ്പിച്ചു നിർത്തുകയും ഹിന്ദുക്കളെ ഒരുമിച്ച് വരുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കാപട്യം. ആ കാപട്യമാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പുണരുകയും SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വർഗീയവാദിയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയ കാപട്യം ജനങ്ങളുടെ മുമ്പാകെ അത് വ്യക്തമായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ആ പ്രസ്താവന ജനങ്ങൾ സ്വീകരിച്ച പ്രസ്താവനയാണ്. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഹിന്ദു വിഭാഗങ്ങൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്. ഇതേ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം.